വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. നമ്മളെപ്പോഴും ഉണ്ടല്ലോ, നമ്മളെക്കാൾ വലിയവരെ കുറിച്ചാണ് നമ്മുടെ ചിന്ത. നമ്മൾ അങ്ങനെ ചിന്തിക്കേണ്ട കാര്യമില്ല. നമുക്ക് ഉള്ളതിൽ തൃപ്തിപ്പെടാനുള്ള വലിയൊരു മനസ്സാന്നിധ്യം എനിക്കും നിങ്ങൾക്കും ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഇന്നത്തെ ഒരു കാര്യമുണ്ടല്ലോ, ഒരു തേങ്ങ കൊണ്ടുവന്നിരിക്കുന്നത് എന്തായാലേ, ഇതെന്തെന്നറിയോ, ഉണങ്ങി വരണ്ട് കിടന്നൊരു തേങ്ങയാണ്. അത് പൊതിച്ച് കുറേ ദിവസമായി ഞാൻ വെള്ളത്തിലിട്ടിരിക്കുകയായിരുന്നു. ഈ തേങ്ങയ്ക്ക് നിങ്ങൾക്കറിയാലോ 3 കണ്ണുണ്ട്. അതിൽ ഒരെണ്ണം ഇച്ചിരി വലുതായിരിക്കും, പ്രൊനൗൺസ്ഡ് ആയിരിക്കും. അത് നമ്മൾ കണ്ടുപിടിക്കണം. അത് കണ്ടുപിടിച്ചിട്ട് അതിൻ്റെ നേരെയുള്ള ഒരു വരയുണ്ടല്ലോ, അങ്ങനെ 3 വരയുണ്ട് തേങ്ങയ്ക്ക്. അതിൽ ഇതിന് കണ്ണ് എന്ന് പറയും, തേങ്ങയുടെ കണ്ണ്. ഈ കണ്ണിൻ്റെ നേരെ കാണുന്ന ആ വരയിലൂടെ നമ്മൾ കൃത്യമായിട്ട് നല്ല വെയിറ്റുള്ള എന്തെങ്കിലും വെച്ച് മുട്ടുകയാണെങ്കിൽ തേങ്ങ നല്ല ഭംഗിയായിട്ട് മുറിഞ്ഞ് കിട്ടും. ഇങ്ങനെ വെള്ളത്തിലിട്ടാലത്തെ ഗുണം എന്താണെന്നറിയാമോ? ഇത് പൊട്ടിച്ച് ചിരണ്ടി കഴിയുമ്പോൾ അല്ലെങ്കിൽ പൊട്ടിക്കുമ്പോൾ ഇത് ചിരട്ടയിൽ നിന്ന് കഴന്നു പോരും. കഴന്നു പോരുക എന്നുള്ളത് എല്ലാവർക്കും അറിയില്ലായിരിക്കും അല്ലേ? അതിന് വേറെ വാക്കുണ്ടെങ്കിൽ ഒന്ന് പറയണേ. അത് ഈ ചിരട്ടയുണ്ടല്ലോ, ഈ ഷെല്ലിൽ നിന്ന് വിട്ടുപോരും. അങ്ങനെ വിട്ടുപോരാതിരിക്കാനാണ് ഈ വെള്ളത്തിലിട്ടത്. ഒന്ന് നോക്കട്ടെ, വിട്ടുപോരും ചിലപ്പോൾ, കാരണം ഒരുപാട് ഉണങ്ങിയ തേങ്ങയായിരുന്നു. കണ്ടോ, ആ ഒരു വരയിലൂടെ നമ്മൾ മുട്ടിയാൽ നല്ല മെഷീനിൽ അറുത്ത പോലെ കിട്ടും. ഒട്ടും ചിന്നിച്ചെതറി പോവുകയില്ല. അപ്പോൾ തേങ്ങ ഉടയ്ക്കാൻ ഈ ഒരു ടിപ്പ് നിങ്ങൾക്ക് ഉപകാരപ്പെടും. അതുപോലെ തേങ്ങ ചിരണ്ടുമ്പോൾ കഴന്നു പോരാതിരിക്കാൻ ഇതുപോലെ വെള്ളത്തിലിടണം. ഇതൊരു 3 ദിവസം വെള്ളത്തിൽ കിടന്ന് ഉണക്ക തേങ്ങയാണ്. എന്നല്ലേ ഈ ടിപ്പ് ഒരുപാട് നല്ലതാണ്. അതുകൊണ്ട് നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ് ചെയ്യണം.